ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വൈസ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ ഒരു സിറ്റി ടൂർ നടത്താം. ഇതാണ് നമ്മുടെ ബസ്. ഇതിൽ ഇന്ത്യയിലെ ഏകദേശം പല സ്റ്റേറ്റിലുള്ള ആളുകളുണ്ട്. പക്ഷെ അതിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ത്രിപുര ഉണ്ട്, പിന്നെ ആസാം, പഞ്ചാബ്, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകളുള്ള ഒരു ഡൽഹി സിറ്റി ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ബസ്സിലേക്ക് കയറാണ്. പിന്നീടുള്ള ലോക്കൽ കാഴ്ചകൾ ആ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ ബസ്സിൽ ഞാൻ കയറാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓൺലി മലയാളി ഞാൻ, ബാക്കി കംപ്ലീറ്റ് മറ്റുള്ള സ്റ്റേറ്റുകാരാണ്. ഞാൻ ഇതുവരെ ഡൽഹിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബസ് ടൂർ നടത്തുന്നത് ആദ്യമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും യൂറോപ്പിലൊക്കെ പോയ സമയത്തും ബസ് ടൂർ നടത്തിയിട്ടുണ്ട്. ബസ് ടൂർ വേറൊരു വൈബാണ് നമുക്ക്. അപ്പം അങ്ങനെയാണെന്ന് പോയ സ്ഥലങ്ങൾ തന്നെ വീണ്ടും പോയി കാണുകയാണ്. പക്ഷെ എന്നാലും വേറെ ചില സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഇതിൽ കൂടി കാണാം. അപ്പം ഞാൻ ബസ്സിൽ കയറാണ്. ബസ്സിലെ പല സ്റ്റേറ്റുകാരുണ്ട്, പല ലാംഗ്വേജ് ഉണ്ട്. ഹിന്ദി, ഇംഗ്ലീഷും, തമിഴും, ഹിന്ദിയും, പിന്നെ ആംഗ്യ ഭാഷയും ഒക്കെ കൈകാര്യം ചെയ്യും. രസമായിരിക്കും. നമുക്ക് അകത്തേക്ക് കയറാം. He's our chief guide and another is our photographer. This is our captain. Hi. She's singer. ये लाइन है अंदर जाने के लिए, ये लाइन में खड़ा होगा अंदर जाने के लिए, ये अंदर जाने की लाइन है। वैसे भी इसके अंदर किसी भगवान देवी देवता का कोई स्टेचू नहीं है, ना ही यहाँ पर कोई पुजारी है। ये सिर्फ एक मेडिटेशन हॉल है. पहले यहाँ पे लाइन में लगना पड़ेगा, फिर अंदर लाइन में खड़ा होना पड़ेगा. ഇന്നൊരു ഞായറാഴ്ച ഈ ലോട്ടസ് ടെമ്പിളിനവിടെ ഭയങ്കര തിരക്കാണ്. തിങ്കളാഴ്ച ലീവാണ്. ഞാൻ പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഞായറാഴ്ച എത്തിപ്പെട്ടതാണ്. അല്ലാണ്ട് എനിക്കത് അറിയായിരുന്നു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ വരരുത് എന്നുള്ള ഇതാണ്. ചൊവ്വാഴ്ചക്ക് ശേഷം അങ്ങോട്ട് വന്നാൽ മതി ഡൽഹി വരുന്ന സമയത്ത്. अंदर से ये मेडिटेशन हॉल है अंदर, और कुछ नहीं, बाकी जो है ये बाहर से. काय नाही मोठं घेऊन गेल ना तुम्हाला मी देऊन देईल. राहू दे, आपण मोठं घेईल ना तुम्हाला मी देऊन देईल. ते मला कोणी नाही पाडत देईल जाईल तुम्हाला. आपल्याला व्यवस्थित पेक्षा मोठं चांगला ഇതിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഇതൊരു താമര പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ചുറ്റുപാടും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനാ ഹാളുണ്ട്, ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ഇതൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ളത്. ലോട്ടസ് ടെമ്പിളിലേക്ക് കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ ഏതായാലും ഇവിടെ ഇറങ്ങണില്ല എന്ന് വിചാരിച്ചിരുന്നു. കാരണം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, മറ്റുള്ള സ്ഥലങ്ങൾ പോയി കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് വെച്ചാൽ ഇവിടുന്ന് മെല്ലെ തടി എടുക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എന്നിട്ട് എത്രയോ നീളത്തിലുണ്ട്. ഈ വരി നിൽക്കാൻ മാത്രം കാണാൻ മാത്രം അതിൻ്റെ ഉള്ളിലില്ലേനു. ഇതിനുള്ളിൽ സംഭവം ഫ്രീ ആണ്. അതിനുള്ളിൽ കയറാനുള്ളതിന് ചാർജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മളെ ഗൈഡ് കുറേ ക്ലാസ്സൊക്കെ എടുത്തെടുത്തിരുന്നു. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേക്കുന്നത് വേണ്ടാന്നിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ പോവാണ്. ആയിരത്തി 1986 ഡിസംബറിലാണ് ഈ ലോട്ടസ് ടെമ്പിളിന്റെ പണി കഴിഞ്ഞത്. ഇതൊരു ബഹായി ആരാധനാലയമാണ്.
ഈ ബഹായിൻ്റെ വേറൊരു പേര് മഷ്രിഖുൽ അദ്കാർ എന്ന് പറയും. അതായത് അറബിയിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇസ്ലാമികമായിട്ട് ബന്ധമില്ലാത്ത ഇതാട്ടോ, പിന്നെ ആരാധനാലയാണ്. ഇതിൻ്റെ അറബി അർത്ഥം ദൈവസ്മരണയുടെ പ്രഭാത സ്ഥലം എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ബഹായികൾക്ക് മാത്രമല്ല, ബാക്കി എല്ലാ സമുദായപ്പെട്ട ആളുകളും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരലുണ്ട് ഈ ഒരു പിന്നെ ലോട്ടസ് ടെമ്പിളിൽ. മൊത്തം ലോകത്ത് 14 ബഹായി ആരാധനാലയമാണ് ഉള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ആരാധനാലയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രതിമകളെ കൊണ്ട് അലങ്കരിക്കലോ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. നല്ല പ്രസന്നതയോടും സന്തോഷത്തോടു കൂടി ഉണ്ടായിരിക്കണം എന്നാണ് കണക്ക്. Ali dam dam de andar, damadam mast kalandar, Ali da pehla number, Maulan meri ho, Maulan meri. Jhule laal, jhule laal, jhule laal, jhule laal. ഇത് ഞാൻ മാത്രമേ മലയാളിയായിട്ടുള്ളൂ. झूलेलाल 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 दमादम 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 मस्त कलंदर अलीदा पहला नंबर दमादम मस्त कलंदर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर ओ लाल मेरी बत रखियो बाला झूले लाल सिंदरी दा सेवन दा सखी शोभास कलंदर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर ओ लाल मेरी हो ओ लाल मेरी अली दा पहला नंबर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर दमादम मस्त कलंदर अली दम दम दे अंदर ओ लाल मेरी ओ लाल मेरी ये नहीं है പാട്ട് കഴിഞ്ഞു. ഡൽഹിയിൽ ഇപ്പോഴും പല സ്ഥലത്തും മെട്രോൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇത് മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്, ഒരു ആർച്ച് മോഡലിലുള്ള. മറ്റേത് പില്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിലേ പോകുന്നു ഒക്കെ ഉള്ളതാണ്. ഇതാണ് അതിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ മോഡലാണ് ഈ കാണുന്നത്. ഇപ്പോഴും പിന്നെ ഡൽഹിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പോഴും. ഈ ബസ്സിൻ്റെ ചാർജ് 300 രൂപയാണ് ആകെ ഫീസ്. രാവിലെ ഒരു 9 മണിക്ക് പുറപ്പെട്ട ഒരു 5:30-6 മണി തീരും. അതിൽ എൻട്രി ഫീകളൊന്നുമില്ല, അതൊക്കെ നമ്മൾ എടുക്കണം. ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ നിർത്തും, പിന്നെ 1-2 പർച്ചേസിൻ്റെ കടയിൽ നിർത്തി തരും. दुनिया है मेरे पीछे लेकिन मैं तेरे पीछे दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय मैं तेरे कुर्बान
छोड़ दिया तुझ बिन सांस आके रुके मैं तुझको अपना चाहता हूँ लेकिन तेरी सोच ना सके तेरे बिना जीना मुमकिन नहीं देखना कभी झुके तू पास मैं तुझे कितना चाहता हूँ मैं तेरी कभी सोच ना सके कुछ भी नहीं है मुझे अजीब दास्तां है कहाँ शुरू कहाँ खत्म ये मंजिलें हैं कान से लगा समझ सके नहीं अजीब दास्तां है कहाँ शुरू कहाँ खत्म ये मंजिलें हैं कान से लगा समझ सके नहीं आगे की सुंदर दिन कटता आगे की सुंदर दिन कटता इंदिगो बाड़ीते সাতজন হইতে নিমন্ত্রণ দিতে আমরাও যাইতাম इंदिगो बाड़ीते সাতজন হইতে নিমন্ত্রণ দিতে আমরাও যাইতাম গান সারি গান আনন্দের তুফান গান সারি গান মুর্শিদি গাইতাম আগে কি সুন্দর দিন কাটাতাম আমরা আগে কি সুন্দর দিন কাটাতাম আগে কি সুন্দর দিন কাটাতাম আমরা আগে কি সুন্দর দিন दिल दीवाना दिल सजना के माने ना दिल दीवाना दिल सजना के माने ना कुछ भी चाहे ना പുറത്ത് കാലാവസ്ഥ ഒരു മൂടലുണ്ട്, അത് അത്ര ഒരു ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഇങ്ങനെ കണ്ടുപോകാം. അപ്പോൾ ഡൽഹിയിൽ വന്നാൽ ഇങ്ങനെ ഒരു ബസ് ടൂർ നടത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.